ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ വീണ്ടും പ്രതികരണത്തിനായി വിദേശകാര്യ വിദഗ്ധനായ ഡോക്ടർ പി ജെ വിൻസെന്റ് കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ വിൻസെന്റ്, ഈ വളരെയധികം കൂടിയാലോചനകൾ നടത്തി സമാധാനത്തോടെ തിരക്കിട്ട ചർച്ചകളൊക്കെ ഒഴിവാക്കി സമാധാനത്തോടെ കരാറിലെത്തിയാൽ മതിയെന്നാണ് ട്രംപ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ ട്രംപിന്റെ ഈ ഒരു വാക്കുകൾ ഇത് നമുക്ക് എത്രത്തോളം മുഖവിലയ്ക്ക് എടുക്കാനാകും? കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ട്രംപ് തന്നെ വ്യക്തമാക്കിയതാണ് സമാധാന കരാർ വൈകുന്നു, എത്രയും പെട്ടെന്ന് ഈ കരാറിലേക്ക് എത്തണമെന്നുള്ളത്. നിലവിലുള്ള കോഴ്സാണ് ഇനി അതിൽ സംഭവിക്കാൻ സാധ്യതയുള്ളത്. ഒരു ഭാഗത്ത് അമേരിക്കയുടെ ഉപരോധവും നാവിക ഉപരോധവും സാമ്പത്തിക ഉപരോധവും തുടരും. അതേസമയം സമാന്തരമായി സമാധാന ചർച്ചകൾ പുരോഗമിക്കുകയും ചെയ്യും. വളരെ പെട്ടെന്ന് ഒരു പരിഹാരം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാൻ വയ്യ. അത് ഉക്രൈൻ റഷ്യ യുദ്ധത്തിലും ഇതേ പാറ്റേൺ തന്നെയാണ് കാണുന്നത്. നേരിട്ടുള്ള വലിയ സംഘർഷത്തിന്റെ ഒരു സാധ്യത കുറഞ്ഞുവെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്ന സംഘർഷങ്ങൾ അതൊരു നിരന്തര യുദ്ധമേഖലയായിട്ട് നിലനിർത്തുകയാണ്. അപ്പം ഗൾഫ് മേഖലയിലും ഇതേ പ്രശ്നം, ഇതേ ഒരു പാറ്റേണിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. വളരെ എളുപ്പത്തിൽ ഒരു പരിഹാരം ഉണ്ടായില്ല. അതിൽ ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായി ഇറാൻ തുറക്കുകയും അമേരിക്കയുടെ നാവിക ഉപരോധം അവസാനിക്കുകയും ചെയ്താൽ മാത്രമേ യഥാർത്ഥത്തിൽ ഒരു നെഗോഷിയേറ്റഡ് സെറ്റിൽമെന്റിനുള്ള സാഹചര്യം ഒരുങ്ങുകയുള്ളൂ. അതേസമയം ചർച്ചയ്ക്കുള്ള ഉപാധിയായി ഇത്തരം ഒരു സാധ്യതയിലേക്ക് എത്തുന്നതിന് പകരം ചർച്ചയിൽ ലിവറേജ് കിട്ടാൻ ഹോർമുസ് കടലിടുക്കിന്റെ മേലെയുള്ള സമ്പൂർണ്ണ നിയന്ത്രണം ഇറാന് മേലെ അമേരിക്ക ചെലുത്തുന്ന നാവിക ഉപരോധവും സാമ്പത്തിക ഉപരോധവും അമേരിക്കയും പ്രയോഗിക്കുന്ന ഒരു നിലയിലാണ് ഇപ്പോൾ ഈ ചർച്ചയുടെ ഒരു നിൽപ്പ്. അങ്ങനെ വരുമ്പോൾ കുറച്ച് കാലത്തേക്ക് ഇത് നീളാനാണ് സാധ്യത. വീണ്ടും യുദ്ധം ആരംഭിക്കും എന്നുള്ള ട്രംപിന്റെ പ്രസ്താവന അദ്ദേഹത്തിന്റെ സാധാരണഗതിയിലുള്ള ഒരു ഭീഷണി പ്രഖ്യാപനമായിട്ട് മാത്രം കണ്ടാൽ മതി. ഒരു സാഹചര്യത്തിലും ഒരു യുദ്ധം ആരംഭിക്കാൻ കഴിയും എന്ന് തോന്നുന്നില്ല. കാരണം ഫെബ്രുവരി 28-ന് യുദ്ധം ആരംഭിച്ച സാഹചര്യമല്ല ഇപ്പോൾ ഉള്ളത്. നാറ്റോ സഖ്യശക്തികളും യൂറോപ്യൻ യൂണിയനും ഈ യുദ്ധത്തിൽ അനുകൂലിക്കുന്നില്ല എന്ന് മാത്രമല്ല തക്കതമായി എതിർക്കൂടി ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. ഹോർമുസ് കടലിടുക്ക് തുറക്കുന്നത് സംബന്ധിച്ച് ജർമ്മൻ ചാൻസലർ മെർസും അതുപോലെ UK, യുണൈറ്റഡ് കിങ്ഡം, ഇംഗ്ലണ്ടും ഒക്കെ ചേർന്ന്, ഫ്രാൻസും ഒക്കെ ചേർന്ന് യൂറോപ്യൻ യൂണിയന്റെ നേതൃത്വത്തിൽ ഒരു സമാന്തര പദ്ധതിക്ക് അവർ ആലോചിക്കുന്നു. ചൈനയും റഷ്യയും മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നേരിട്ട് ഇറാനെ പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഒരു യുദ്ധം ഇനി തുടർന്നു കഴിഞ്ഞാൽ, ഇനിയും ആരംഭിച്ചാൽ ആഗോള അടിസ്ഥാനത്തിൽ അമേരിക്കയും ഇസ്രായേലും അല്ലാതെ ഈ യുദ്ധമുന്നണിയിൽ ആരുമുണ്ടാവില്ല. അതോടൊപ്പം അന്താരാഷ്ട്ര രംഗത്ത് നയതന്ത്രപരമായി അമേരിക്ക ഒറ്റപ്പെട്ടു എന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഇത്തരമൊരു സാഹചര്യത്തിൽ ഇനി യുദ്ധം തുടരാനുള്ള സാധ്യത കുറവാണ്. അതേസമയം നെടുൽ യുദ്ധം ഇനിയും തുടരുകയും ചെയ്യും. എന്തായാലും സമാധാന പ്രക്രിയ പാകിസ്ഥാന്റെ നേതൃത്വത്തിൽ ശക്തമായി നടക്കുന്നുണ്ട്. അത് പക്ഷേ പാകിസ്ഥാൻ ആയതുകൊണ്ട് തന്നെ അതിനകത്ത് എത്രമാത്രം അവർക്ക് സ്വാധീനം ചെലുത്താൻ പറ്റും എന്നുള്ളത് ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ്. കാരണം ഒരു പോസ്റ്റ്മാന്റെ റോളിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിൽ ഇരു പാർട്ടികളെയും സ്വാധീനിക്കുവാനോ ഒരു തീരുമാനമെടുക്കൽ പ്രക്രിയയിലേക്ക് നയിക്കാനോ ഉള്ള ശേഷി പാകിസ്ഥാൻ ഇല്ലല്ലോ. ഏതായാലും ഈ ദിശയിൽ കാര്യങ്ങൾ കുറച്ച് മുന്നോട്ട് പോകാനാണ് സാധ്യത. ഇങ്ങനെയാണെങ്കിൽ ഈ സമാധാന കരാറിലേക്ക് എത്താനുള്ള ഒരു സമയം അത് വൈകുന്തോറും ട്രംപ് വാക്കുമാറ്റി പറയാനുള്ളൊരു സാധ്യത കൂടെ ഉണ്ടോ? അല്ല, ഇത് ട്രംപിന്റെ തന്നെ പദ്ധതിയാണ്. അദ്ദേഹത്തിന്റെ ഒരു സമീപനം ഒരു വളരെ അടുത്ത് നിൽക്കുന്ന, വളരെ പെട്ടെന്നുള്ള ഒരു ലക്ഷ്യം നേടുന്നതിന് വേണ്ടി നിരന്തരമായ ഭീഷണി മുഴക്കുക എന്നുള്ളതാണ്. അതേസമയം അത്തരത്തിൽ ഒരു ഓൾ ഔട്ട് മിലിറ്ററി ആക്ഷൻ ഒന്നും ഇനി സാധ്യമല്ലാത്ത സാഹചര്യം ഉണ്ടായി കഴിഞ്ഞല്ലോ. മാത്രവുമല്ല, ഏറെക്കുറെ ഒരു സ്റ്റാൻഡ് സ്റ്റിൽ നേച്ചറിലേക്ക് ആ സംഘർഷം മാറി. അപ്പോ ഒരു ഭാഗത്ത്
ഇറാനിൽ രാഷ്ട്രീയ മാറ്റമോ ഭരണമാറ്റമോ അല്ലെങ്കിൽ ഇറാനെ പൂർണ്ണമായി തകർക്കുവാനോ അവരുടെ സൈനിക ശേഷി ഇല്ലാതാക്കാനോ അവരുടെ ആണവായുധ ശേഖരം കൈക്കലാക്കുവാനോ ഇതൊന്നും സാധിക്കാത്ത ഒരു സാഹചര്യം അമേരിക്കയ്ക്കുണ്ട്. അതേസമയം അമേരിക്കയുടെ സൈനിക ശക്തിയെ അതിലംഘിച്ചുകൊണ്ട് നാവിക ഉപരോധത്തെ മറികടക്കാനൊന്നും ഇറാനും കഴിയുകയില്ല. അപ്പോൾ ഏകദേശം മുഖാമുഖം ഇരു രാജ്യങ്ങളും നിൽക്കുകയാണ്. അതിൽ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുക ഇറാനായിരിക്കും. കാരണം ആ രാജ്യം സമ്പൂർണമായി തകർച്ചയിലേക്ക് പോകും. ഈ സാമ്പത്തിക ഉപരോധം ചെലുത്തുന്ന ആഘാതം മാരകമായിരിക്കും. പക്ഷേ ഒരു ആക്രമിക്കപ്പെട്ട രാജ്യം എന്ന നിലയ്ക്ക് അവിടെ ഉണ്ടാവുന്ന ഒരു ദേശീയതാ ബോധത്തിന്റെയും ജനങ്ങളുടെ ഐക്യപ്പെടലിന്റെയും ഒക്കെ പശ്ചാത്തലത്തിൽ ഇറാൻ അതിജീവിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോഴും ഈ പ്രശ്നപരിഹാരം ഉണ്ടാകുമോ എന്നുള്ളതാണ്. ആഗോള സാമ്പത്തിക രംഗത്തുണ്ടാക്കുന്ന മാരകമായ പ്രത്യാഘാതങ്ങളെ എങ്ങനെ ഇല്ലാതാക്കും? ഇപ്പോൾ തന്നെ LPGയുടെ ഷോർട്ടേജിലേക്ക് എത്തി. അവരുടെ പെട്രോൾ ഡീസൽ അവൈലബിലിറ്റി കുറഞ്ഞു, വില കൂടുന്നു. ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ വളരെ വലുതാണ്. അപ്പോൾ ഇതുകൂടി പരിഗണിച്ചുകൊണ്ട് വേണം ഒരു വളരെ ദ്രുതഗതിയിൽ തന്നെയുള്ള ഒരു പരിഹാരത്തിലേക്ക് എത്താൻ. അപ്പോൾ അത്തരം പരിഹാരം ഒരു വിദൂര ഒരു ഇമ്മീഡിയറ്റ് ഫ്യൂച്ചറിലില്ല എന്നതുകൊണ്ടാണ് ഇന്ത്യയിൽ നമ്മൾ ചില ഓസ്റ്ററിറ്റി മെഷേഴ്സ് പ്രൈം മിനിസ്റ്റർ പ്രഖ്യാപിക്കേണ്ടായത്. നമ്മൾ നിയന്ത്രണം ചെലുത്തണം, പെട്രോൾ ഉപയോഗം കുറയ്ക്കണം, ഡീസൽ ഉപയോഗം കുറയ്ക്കണം, വിദേശ യാത്രകൾ കുറയ്ക്കണം, സ്വർണം വാങ്ങിക്കുന്നത് നിയന്ത്രിക്കണം. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഈ സംഘർഷം കുറച്ചു കാലത്തേക്ക് നീണ്ടു നിൽക്കും എന്നുള്ളതാണ്. അങ്ങനെ നീണ്ടു നിൽക്കുമ്പോൾ അത് ഇന്ത്യൻ വിപണിയിലും നമ്മുടെ സമ്പദ്ഘടനയിലും ഉണ്ടാകുന്ന ആഘാതത്തെ ചെറുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള മെഷേഴ്സ് ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് തന്നെ സൂചിപ്പിക്കുന്നത് വളരെ പെട്ടെന്ന് ഒരു പരിഹാരം ഇല്ല എന്നത് തന്നെയാണ്. അപ്പോൾ അതിനിടയ്ക്ക് ട്രംപിന്റെ സമ്മർദ്ദ തന്ത്രങ്ങളും ഇറാന്റെ പ്രതിരോധവും ഏറിയും കുറഞ്ഞും ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. അതിന് സമാന്തരമായി സമാധാന പ്രക്രിയയും മുന്നോട്ട് പോകും എന്ന് തന്നെ ഇന്നത്തെ ഒരു നിലയ്ക്ക് നമുക്ക് കരുതാൻ സാധിക്കുള്ളൂ. ശരി, വളരെയധികം നന്ദി. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.